നമസ്കാരം. ദേവസൈനിയിലേക്ക് സ്വാഗതം. ഏവരുടെയും അഭിപ്രായ പ്രകാരം ശ്രീകൃഷ്ണാവതാരമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരം ഭാഗം 1 സ്വാഗതം. ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ ഇതിഹാസ കൃതികളിൽ ഒന്നായ മഹാഭാരതത്തിലും വളരെ പ്രാധാന്യത്തോടുകൂടി പരാമർശിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യകാലത്ത് ഭാഗവതന്മാരുടെയും വൈഷ്ണവരുടെയും പ്രധാന ദൈവം കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ. പ്രസിദ്ധമായ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നുകൊടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭൂമിദേവി പാപഭാരത്താൽ പൊറുതിമുട്ടി. കംസനെ പോലുള്ള അസുരതുല്യരായ രാജാക്കന്മാരുടെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ഭൂമിദേവി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും അപേക്ഷ പ്രകാരം മഹാവിഷ്ണു ഭൂമിയിൽ കൃഷ്ണനായി അവതരിക്കുമെന്ന് അരുളി ചെയ്തു. മധുരയിലെ രാജാവായിരുന്ന ഉഗ്രസേനന്റെ മകനായിരുന്നു കംസൻ. കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയെ ശൂരസേന പുത്രനായ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ അവരെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുമ്പോൾ പെട്ടെന്ന് ഒരശരീരി മുഴങ്ങി. ഹേ കംസ, നീ ഇപ്പോൾ സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഇത് കേട്ട കംസൻ ക്രുദ്ധനായി ദേവകിയെ കൊല്ലാൻ ഒരുങ്ങി. എന്നാൽ തങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കംസന് വിട്ടുകൊടുക്കാമെന്ന് വസുദേവർ വാക്കു നൽകിയതോടുകൂടി കംസൻ അവരെ തടവിലാക്കി. കംസൻ തൻ്റെ പിതാവായ ഉഗ്രസേനനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്തു. ദേവകിക്കും വസുദേവർക്കും പിറന്ന ആദ്യത്തെ 6 കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു. 7ാമത്തെ ഗർഭമായിരുന്ന അനന്തശേഷന്റെ അംശമായ ബലരാമനെ മഹാമായയുടെ സഹായത്താൽ നന്ദഗോപരുടെ ഭാര്യയായ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. ലോകത്തിനു മുന്നിൽ ദേവകിയുടെ 7ാം ഗർഭം അലസിപ്പോയതായി തോന്നിപ്പിച്ചു. ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന അർദ്ധരാത്രിയിലാണ് ആ പുണ്യനിമിഷം വന്നണഞ്ഞത്. പ്രപഞ്ചം മുഴുവൻ ശാന്തമായി. കാറ്റുകൾ മന്ദമായി വീശി. നദികൾ തെളിഞ്ഞു. ആകാശം നക്ഷത്ര നിബിഡമായി. കാരാഗൃഹത്തിലെ ഇരുട്ടിൽ മഹാവിഷ്ണു ചതുർബാഹുവായി ശംഖ്, ചക്രം, ഗദ, പത്മം തുടങ്ങിയവ ധരിച്ച് ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകി. ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം അവരെ ഓർമ്മിപ്പിക്കുകയും ഒരു സാധാരണ ശിശുവായി മാറുകയും ചെയ്തു. കംസൻ അറിയാതെ തന്നെ അമ്പാടിയിലെ നന്ദഗോപരുടെ വീട്ടിൽ എത്തിക്കാനും അവിടെ ജനിച്ച പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരാനും ഭഗവാൻ വസുദേവരോട് നിർദ്ദേശിച്ചു. അവിടെ ജനിച്ച പെൺകുട്ടിയാണ് യോഗമായ. ആ അർദ്ധരാത്രിയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തനിയെ തുറന്നു. കാവൽക്കാർ അഗാധ നിദ്രയിലായി. വസുദേവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ശിശുവിനെ ഒരു കൊട്ടയിലാക്കി തലയിൽ ചുമന്ന് വസുദേവർ യമുനാ നദിക്കരയിലെത്തി. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആദിശേഷൻ തൻ്റെ 1000 ഫണങ്ങളാൽ കുഞ്ഞിന് കുട പിടിച്ചു. യമുനാ നദി വസുദേവർക്ക് കടന്നു പോകാൻ വഴിയൊരുക്കി. അമ്പാടിയിലെത്തിയ വസുദേവർ ഉറങ്ങിക്കിടന്ന യശോദയുടെ അരികിൽ കൃഷ്ണനെ കിടത്തി അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ എടുത്ത് തിരികെ മധുരയിലെ തടവറയിലെത്തി. കുഞ്ഞു ജനിച്ച വിവരം അറിഞ്ഞ കംസൻ ഓടിയെത്തി. 8ാമത്തെ കുഞ്ഞ് പെണ്ണാണെന്ന് കണ്ടിട്ടും കംസന് ദയ തോന്നിയില്ല. ആ കുഞ്ഞിനെ പാറമേലടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൾ ആകാശത്തേക്ക് പറന്നുയരുകയും വനദുർഗയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. മൂഢനായ കംസ, നിന്നെ കൊല്ലാനുള്ളവൻ ഭൂമിയിൽ എവിടെയോ ജനിച്ചു കഴിഞ്ഞു എന്ന് അരുളി ചെയ്ത് ദേവി അപ്രത്യക്ഷയായി. കംസൻ ഭയവിഹ്വലനായി. പിറ്റേന്ന് പ്രഭാതത്തിൽ നന്ദഗോപർക്കും യശോദയ്ക്കും പുത്രൻ ജനിച്ച വാർത്ത ഗോകുലം മുഴുവൻ പരന്നു. അമ്പാടി ഉത്സവലഹരിയിലായി. ഗോപന്മാരും ഗോപികമാരും പാട്ടുപാടിയും നൃത്തം ചെയ്തും ആ ചടങ്ങ് ആഘോഷിച്ചു. ബാക്കി ഭാഗം അടുത്ത പങ്ക്തിയിൽ തുടരും. നന്ദി, നമസ്കാരം.